പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സ്റ്റേ ചെയ്യരുതെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേസിൽ സുപ്രീം കോടതിയിൽ കേന്ദ്രം തടസ്സ ഹർജി ഫയൽ ചെയ്തു. 16-ാം തീയതിയാണ് വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഏപ്രിൽ 2, 3 തീയതികളിലായിരുന്നു വഖഫ് ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലായിരുന്നു നടപടി. ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ ആഞ്ഞടിച്ചിരുന്നു. ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ, KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, ഗൗരവ് ഗൊഗോയ്, മുഹമ്മദ് ജാവേദ്, ED മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ ഭേദഗതികൾ നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെ വോട്ടെടുപ്പ് നടന്നു. 288 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്തു. തുടർന്ന് പ്രതിപക്ഷ MP-മാർ ഉന്നയിച്ച ഭേദഗതികൾ ശബ്ദവോട്ടോടെ തള്ളുകയും ബിൽ ലോക്സഭയിൽ പാസാക്കുകയുമായിരുന്നു. രാജ്യസഭയിലും സമാന സാഹചര്യങ്ങൾ ആവർത്തിച്ചിരുന്നു. ബില്ലിലെ വ്യവസ്ഥകളിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരായ ജോൺ ബ്രിട്ടാസ്, A റഹീം, V ശിവദാസൻ, ഹാരിസ് ബീരാൻ, അബ്ദുൾ വഹാബ്, V സന്തോഷ് കുമാർ, PP സുനീർ എന്നിവർ ഭേദഗതികൾ നിർദ്ദേശിച്ചു. പിന്നാലെ നടന്ന വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചും 95 പേർ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്തു. പ്രതിപക്ഷ MP-മാർ മുന്നോട്ട് വെച്ച ഭേദഗതികൾ ശബ്ദവോട്ടോടെ തള്ളി. ഇതിനു പിന്നാലെ ബിൽ രാജ്യസഭയും കടന്നു. 6-ാം തീയതി അർദ്ധരാത്രിയോടെ ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ വഖഫ് നിയമ ഭേദഗതി നിയമമായി.